നമ്മളെ മുന്തിരിച്ചാക്ക് എന്തോ പറയണ്ടല്ലോ, ഒന്ന് കേട്ടോ കാലം. എല്ലാത്തിലും പള്ളിയിലൊക്കെ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ കുറെ പള്ളി കമ്മിറ്റിക്കാരാണ്. ആരെങ്കിലും പള്ളിയിൽ കയറി നിസ്കരിച്ചാൽ നിങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത്. അള്ളാന്റെ ഭവനാണ്. അല്ല നിങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പള്ളിയിൽ ആര് വരണം, ആര് പോകണം. ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് ഈ പള്ളിക്ക് കയറ്റി വരുമ്പോണ്ടല്ലോ. പിന്നെ നിന്നെ ഇത്ര കാണലുണ്ടായിട്ടില്ല, നീ പള്ളിക്ക് വരാൻ തുടങ്ങിയ അങ്ങനെ കേൾക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ബാക്കി പറയും. അല്ലോ മൊഴിയിലെ ഞാനത് പറയാനൊന്നല്ല. ഇതിന്റെ മുമ്പ് ഫീൽ ചെയ്തിട്ട് ബാക്കിലേക്ക് എന്തോ എടുക്കത്തെ സ്മെല്ലാണ്. സ്മെല്ല നീ എന്താ മുന്തിരി കുടിക്കാണ്ടാവില്ല പള്ളിക്ക്? ഞാൻ പള്ളിക്ക് വന്നതല്ല എന്റെ പ്രശ്നം, സുഗന്ധം അടിച്ചതാണല്ലേ പ്രശ്നം. നോമ്പിന് സുഗന്ധം അടിക്കൽ ആറാമല്ലേ വഴി. അത്ര അതായത് പെർഫ്യൂം തേച്ചിട്ടുള്ള മണോ എതിർ സപ്ലൈക്ക് നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ ബാക്കിയാ. പക്ഷേ ഓടമ്പള്ളി ബാബുസ്താദ് എന്ന മഹാനുണ്ട്. അദ്ദേഹം എഴുതിയ ഖുലാസത്തുൽ ഫിഖ്ഹുൽ ഇസ്ലാമിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അത്താഴ സമയത്ത് സുഗന്ധം പൂശുകയും പകൽ സമയത്ത് സുഗന്ധം വെടിയുക എന്നത്. ശരിയാണ്. എന്തെങ്കിലും അത്താഴത്തിന് മുമ്പായിട്ട് നമുക്ക് പെർഫ്യൂം, അതായത് അത്ര യൂസ് ചെയ്യാം. അത്താഴം കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് അത്യാവശ്യം ആൾക്കാർക്ക് അറിയുന്നൊരു കാര്യമാണ്. അതിപ്പോ അതിന് ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഇന്നലെ ഞാൻ അത്താഴ സമയത്ത് സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് അടിച്ചിട്ടില്ല. കുറച്ചുകൂടി ഇത്രയും ലാസ്റ്റിംഗ് പെർഫ്യൂം അതേതാണ്? ഊദിനെ കുറിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് തന്നെ ഊദുൽ അസർ എന്ന്. ഊദുൽ അസറൻസ് ഈ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യണം. പെരുന്നാളിന് ഇതായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ട സമ്മാനം. ഇതൊരു പ്രൊമോഷനാ? വേറെ ഒരു കഥ കിട്ടിയില്ല പ്രൊമോഷൻ ആക്കാൻ വേണ്ടിട്ട്. അല്ലാണ്ട് പേരിൽ കച്ചവടം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അതുപോലത്തെ ഒരു അവസ്ഥ ആയിപ്പോയി മുന്തിയത്. കാരണം എന്താ നോമ്പ് വെച്ചിട്ടും പഠിച്ചവന്റെ പേര് വെച്ചിട്ടും കച്ചവടം ചെയ്യുന്ന ഒരു പ്രൊമോഷൻ ആയിപ്പോയത്. അത് സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യും, പറയുന്ന ആള് പറയുകയും ചെയ്യും. ഇത് പറയാൻ ഞാൻ അറിയില്ല. അല്ലെങ്കിൽ ഇത് ഒരുപാട് മറ്റേ എന്തിനു എപ്പോഴും കിട്ടൂലത്, ഈ സാധനം കിട്ടാല.